ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അതിലേക്ക് നമ്മളൊരു 2 കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്. നമ്മൾ 2 കിലോ കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പം മെഷർമെൻറ്റ് കപ്പിൽ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 സ്പൂൺ കൊക്കോ പൗഡർ, പിന്നെ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ 1/2 സ്പൂണും ബേക്കിംഗ് സോഡ 1/4 സ്പൂണാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്കിത് 3 പ്രാവശ്യം നല്ല പോലെ അരിച്ചെടുക്കണം എന്ന് പറഞ്ഞാൽ എല്ലാതും നന്നായിട്ട് മിക്സ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ അരിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ 3 പ്രാവശ്യം നമുക്ക് അരിച്ചെടുക്കണം കേട്ടോ. അപ്പോഴാണ് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും കൊക്കോ പൗഡറും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവുള്ളൂ. അപ്പം 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. അടുത്ത പരിപാടി നമുക്ക് ഇതിലത്തെ ഒരു 2 കപ്പ് മെഷർമെൻറ്റിൽ നമുക്ക് പഞ്ചസാര വേണം. അത് പൊടിച്ചെടുക്കാം കേട്ടോ, കേക്കിക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അരിച്ചു മാറ്റിയത് നമുക്ക് ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് 7 മുട്ടയാണ് നമ്മൾ എടുത്തേക്കുന്നത്. അത് ഉടച്ചൊഴിക്കുക കേട്ടോ. അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആഡ് ചെയ്യുന്നത് ഒരു 2 സ്പൂൺ വാനില എസൻസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. മുട്ടയും വാനില എസൻസും ഉപ്പും നല്ല പോലെ ബീറ്റ് ചെയ്ത് പതപ്പിച്ചെടുക്കണം നമുക്ക്. മുട്ട നല്ലപോലെ പതപ്പിക്കണം. അപ്പോൾ ഏകദേശം ഒന്നായപ്പോൾ നമുക്ക് അതിലേക്ക് ഈ ഒരു മെഷർമെൻറ്റിൽ നമ്മൾ 2 കപ്പ് പൊടിച്ചു വെച്ച പഞ്ചസാര ഉണ്ടല്ലോ, അത് കുറച്ചീശ് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. മൊത്തത്തിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ട പിടിക്കും. അപ്പോൾ കുറച്ചീശ് ആഡ് ചെയ്തിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കണം. 1 കപ്പ് അപ്പം നമ്മൾ ഓൾറെഡി കുറച്ചീശ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതും കൂടെ ഇതുപോലെ കുറച്ചീശ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ പഞ്ചസാര ഫുള്ളായിട്ട് എല്ലാതും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു മെഷർമെൻറ്റിൽ ഒരു ഹാഫ് ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി അതും കൂടെ ആഡ് ചെയ്തിട്ട് പിന്നെ ഒരു 2 സ്പൂൺ വിനാഗിരി കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഇതില്ലേ മൈദ അരിച്ചു വെച്ചത്, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതും ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കുറച്ചീശ് ആഡ് ചെയ്തിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഒരു ഭാഗത്തേക്ക് മാത്രം ഇളക്കി കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ അത് കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നിട്ട് നമുക്ക് നല്ല കട്ട പോലെ തോന്നുകയാണെങ്കിൽ ഒരു ചെറിയ ചൂട് പാല് നമ്മൾ ഒരു 4 സ്പൂണൊക്കെയാണ് ഇപ്പം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുള്ളൂ. ഇങ്ങനെ കുറച്ചീശ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഒപ്പം ഈ പൊടി കുറച്ചീശ് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു പാത്രത്തിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് ആക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 2 കിലോൻ്റെ കേക്ക് കൊണ്ട് വലിയ പാത്രമാണ് നമ്മൾ എടുത്തേക്കുന്നത്. അതിലേക്ക് ബാറ്റർ ഫുള്ള് നമുക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നല്ല പോലെ ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എയർ ബബിൾസ് ഒക്കെ കൂടുതലുണ്ടാവും. അപ്പം നല്ല പോലെ ഇതുപോലെ ഒരു 2-3-4 പ്രാവശ്യം, ഒരു 5-6 പ്രാവശ്യമൊക്കെ നല്ല പോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഓവനിലോട്ട് വെക്കാം കേട്ടോ. നമ്മളിവിടെ 30 മിനിറ്റാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ നോക്കിയിട്ട് കൂടുതൽ എക്സ്ട്രാ കൊടുക്കണം കേട്ടോ. ബേക്ക് ചെയ്യണത് നോക്കിയിട്ട് കേക്ക് ആയെങ്കിൽ
ആയ പോലെ കൊടുക്കുക. നമുക്ക് 30 മിനിറ്റ് ഇത്തിരിയും കൂടി വേണ്ടി വരും, ഒരു 10 മിനിറ്റും കൂടെ എക്സ്ട്രാ. നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. അത് 3 പാർട്സ് ആയിട്ട് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ഈക്വൽ പാർട്സ് ആയിട്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി വിപ്പിംഗ് ക്രീമിക്ക് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ ഫസ്റ്റത്തെ ലെയറിൽ നമ്മൾ ഇതുപോലെ പഞ്ചസാര ലൈനി പാലിൽ പഞ്ചസാര ഇട്ടിട്ടാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത്. അതെല്ലായിടത്തേക്കും സ്പ്രെഡ് ആക്കി കൊടുക്കുക ഇതുപോലെ. അതിനുശേഷം ഓരോ ലെയറിലും ക്രീം പരട്ടുക. പിന്നെ നമ്മൾ അതിൽ ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് ജസ്റ്റ് ചിരകി പോലെ വെച്ചിട്ടുണ്ട്, ചിരകിയിട്ട് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 3 ലെയർ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലെയറിലും നമ്മൾ ക്രീം പറ്റി ഇനി ക്രീം കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10-15 മിനിറ്റ് നമ്മൾ ഫ്രീസറിൽ വെക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ. അപ്പോൾ ക്രീം കോട്ടൊക്കെ ചെയ്ത ശേഷം നമ്മൾ വീണ്ടും ഇതുപോലെ ഫുള്ളായിട്ട് ക്രീം കവർ ചെയ്തിട്ടുണ്ട്. സൈഡിൽ ഇതുപോലെ ഒരു ഡിസൈൻ പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ആ ഇതുകൊണ്ട് തന്നെ പരത്തണ കൊണ്ട് തന്നെയാണ് നമ്മളൊരു ഡിസൈൻ പോലെ കൊടുത്തത്. ഇനി ചുറ്റിനും നമ്മൾ പൂ കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടിയിൽ പൂ കുത്തി കൊടുത്തതിൻ്റെ ഒപ്പം തന്നെ മുകളിലും നമ്മൾ ഒരു ലെയർ പൂ കുത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫുള്ള് ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ. ചിരകിയിട്ട് ആ ഡാർക്ക് ചോക്ലേറ്റ് ബാക്കിയില്ലാത്ത ഭാഗത്തും കൂടെ ഫില്ലാക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ ബൈ.